എല്ലാവർക്കും റൂട്ടറിൽ നമ്മൾ ആദ്യത്തെ ലൈവ് വന്നു. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ റൂട്ടറിൽ സ്ട്രീം ചെയ്യാൻ പോയത്. ഇത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ, നമ്മളെ സ്വന്തം ജിൻഡപ്പൻ സ്ട്രീമിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മളായിട്ട് സ്ട്രീമിൽ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ടറാണ് നമ്മളെ ജിൻഡോനെ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മുതൽ നമ്മുടെ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും റൂട്ടറിലായിരിക്കും, എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ റൂട്ടറിലായിരിക്കും ലൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരാണ് റൂട്ടറിൽ ആദ്യം നമ്മളെ റൂട്ടറുടെ ഫസ്റ്റ് സ്ട്രീം ഡേ 1 സ്ട്രീം 1 ഫസ്റ്റ് മെസ്സേജ് ആരാ അയച്ചത് നോക്കട്ടെ. സയാസ് സമീർ, ബിഗ് ഷൗട്ട് ഔട്ട് ബ്രോ, ബിഗ് ഷൗട്ട് ഔട്ട്. സയാസ് സമീർ ആണ് നമ്മളെ ഫസ്റ്റ്, നമ്മളെ റൂട്ടറിലെ ഫസ്റ്റ് അവർ സ്ട്രീമില് മെസ്സേജ്, ഫസ്റ്റത്തെ ചാറ്റ് ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, ആദ്യം വരുന്ന ആൾക്കാരല്ല, നിങ്ങളെ പേരുകൾ ഞാൻ വായിക്കാം. ബേബി ഗേൾ എന്നൊട്ടിരുത്തി സസുക്കോ, റസീൻ, ഫാൻ 149, സെലക്സ്, കെവി, NK20, ഖാദറിനെ തീർത്തതാണ് ഉദ്ദേശിക്കുന്നത്. ഖാദറിനെ ആരാ തീർത്തത് ഒന്ന് പറഞ്ഞട്ടെ. ആടമുത്തേ ഏടും ഉള്ളെല്ലാം വരും, അങ്ങനത്തെ കുറച്ച് സീനുണ്ട്. അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. എന്തോ 9 റുപ്യ 5 റുപ്യ കൊടുത്താൽ ആഡ് മാറ്റുന്ന എന്തോ പരിപാടി ഉണ്ട്. പറ്റുമെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടാവും ആഡ് മാറ്റാനുള്ള. എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം, നോക്കി പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പേരുകൾ വായിക്കാം. ആദ്യമായിട്ട് നമ്മളെ റൂട്ടറിൽ വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ പേരുകൾ വായിക്കാം. അനസ് ബെല്ലാരി, ആദർശ്, ദേവദർശ്, ആരവ്, നന്ദു, കോബിൾ, എന്ത് പേരാടാ അത്? ആൽവിൻ, മുത്തു, നല്ല പേരാടാ, കുണ്ടൻ, അർജുൻ ഭാസ്കർ, നിഖിൽ KST, റുക്സ, പെണ്ണ്, നൈഫ, പെണ്ണ്, ആഹാ, ചിന്നു, അനസ് ബെല്ലാരി വായിച്ച്, ആദർശ് ഡി, ലുഫി, ബീബൻ ഗെയിമിംഗ്, നൈഷാദ്, ആദിത്യൻ, വിഘ്നേഷ്, വിജയ്, അഹമ്മദ് നജാദ്. വന്നോ ചിന്നു? വെയിറ്റ്. അജ്മൽ ആജു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. റൂട്ടർ ക്വാളിറ്റി കൊള്ളാം. ക്വാളിറ്റി ഉണ്ടോ? ഒന്ന് ക്വാളിറ്റി നോക്കിട്ട് പറഞ്ഞ ചാറ്റ് പറ. ക്വാളിറ്റി ഒന്ന് നോക്കിട്ട് പറ. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറ. കമോൺ. Let's go. അട ഡബ്ല്യു ക്വാളിറ്റിയാ? അല്ല, അവിടെ നോക്കിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ക്വാളിറ്റി, എങ്ങനെ സ്ട്രീം ക്വാളിറ്റി, സൗണ്ട് കാര്യങ്ങള്. സൗണ്ടിൽ മാറ്റം വരില്ല. സ്ട്രീമിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ക്വാളിറ്റി എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഒന്ന് നോക്കിയാലോ. റൂട്ടർ, let's see. ആഡ് വരുമല്ലേ? അതിലില്ല, ആഡ് വരുന്നില്ലല്ലോ. ആദ്യം മുകളിൽ ആഡ് കാണിച്ചു, പിന്നെ ആഡ് വന്നില്ലല്ലോ. പക്ഷെ സൗണ്ട് ഇല്ലേ? വന്നു. ക്വാളിറ്റി നല്ലതാണ്. ക്വാളിറ്റി നല്ലതാണ്. യൂട്യൂബിനെക്കാളും നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഡബ്ല്യൂ. യൂട്യൂബിനെക്കാളും നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നതെങ്കിൽ ഡബ്ല്യൂ ഉണ്ടാവാണ്. ലെറ്റ്സ് സി. WRL ക്വാളിറ്റി ഡബ്ല്യൂ ആണ് അല്ല? പറ. Let's see. ഡബ്ല്യൂ ക്വാളിറ്റി. ഓക്കെ. സെറ്റ്. Let's go. ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ ഈസ് ഹിയർ. പുറത്ത് വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ്. നിങ്ങൾ കേൾക്കുന്നില്ല? എടാ മേക്ക വന്നാ? എന്താ ഒരു വണ്ടിന്റെ സൗണ്ട് ആട്ടെ? വിളിച്ചു പോയി 5 മിനിറ്റ് നല്ല പറഞ്ഞ. നീ ആണെന്ന് ലേറ്റ് കാണുമ്പോൾ പറയണേ. വണ്ടിന്റെ ലേറ്റ് കാണുമ്പോൾ എന്നോട് പറയണേ. ഓക്കെ. എടാ
Bro, let me see. Oh man. Intro. അടാ ഇൻട്രോ സോങ് പറ പെട്ടെന്ന് പറ കാൽ 42 അടേ അതെ പറ ഇൻട്രോ സോങ് പറ ലെറ്റ്സ് ഗോ കാൽ 42 ഇട്ടാ ഏയ് ലെറ്റ്സ് fucking go നീ കണ്ടിട്ട് കാണാത്തപ്പോൾ നടിക്കും എന്റെ പാട്ട് കേട്ടിട്ട് കേൾക്കാത്തപ്പോൾ പവിക്കും എത്ര കാലം കണ്ണും കാതും പൊക്കിയിരിക്കും അത്ര കാലം കുറു നരികളിട്ടും ഭരിക്കും ഞാൻ കണ്ടോ കടത്തിന്റെ കൂടുള്ളവനാ പക്ഷേ എല്ലാരും ഗൈസ് ജിൻഡോ വരുമ്പോ ജിൻഡോ ഇപ്പൊ വന്ന് കേറുമ്പോ എല്ലാരും ഡബ്ല്യൂ ഇട്ടോണം ഓക്കെ ഞാൻ ഇൻട്രോ സോങ് ഇടാം എല്ലാരും ഡബ്ല്യൂ ഇട്ടോണം ഓക്കെ എല്ലാരും ഡബ്ല്യൂ ഇടാ ഓക്കെ റെഡി എല്ലാം ഡബ്ല്യൂ ഇടാ KGF മ്യൂസിക് ഇടാ ഇൻട്രോ മ്യൂസിക് ഓക്കെ KGF ബീജം ഇടാ അവിടെ സെറ്റ് ഇടാ ഗുഡ് ഡിസിഷൻ എടാ ഏതാ മോൺസ്റ്ററാ ഏത് സോങ്ങാ മോൺസ്റ്ററാ ഇതാണോ മറ്റേ മോൺസ്റ്റർ ആണോ അത് വേണ്ട മോൺസ്റ്റർ മറ്റേ തന്നെ ഇടാം നിക്ക് ഓക്കെ let's go okay guys let's welcome Bigg Boss season 6 winner guys everybody put up the W's in the chat let's go മക്കളുടെ കപ്പ അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു സാധനം എന്റെ കയ്യിലെത്തണം എത്തിച്ചിരിക്കും ഒന്ന് ചിന്ത ശരിക്കും കാണുന്നത് കണ്ടു എല്ലാരും ഡബ്ല്യൂസ് എല്ലാ ഡബ്ല്യൂസ് ഒന്ന് കട്ടിപ്പിടിക്കണം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അല്ല നമ്മള് ജയിപ്പിച്ച അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് മാത്രം കണ്ടല്ല ജയിച്ചത്. എല്ലാരും ഗൂഗിൾ പേ എന്താ പറഞ്ഞ ജിൻഡോ പൊളിയാണ് ലവ് യു ഒന്ന് അനശ്വര അനു Let's go. Guys, Jindo on our stream. It's a dream come true. കുട്ടികളെ ഇതാ എന്നെ കണ്ടെന്തോ ഫസ്റ്റ് കണ്ടിട്ട് പറ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക് ആടാ ഇവിടെ സ്റ്റുഡിയോ ആണ്. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ലടാ. അല്ലാ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ല. വെൽക്കം സിഗരറ്റ് എടുക്കും. സിഗരറ്റ് ഇല്ല.
ജിൻഡോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനും പറയാനും പറഞ്ഞോ. ഇനി കിട്ടൂല, ഇനി ആള് പറക്കാൻ പോയത്, ഇനി ആളെ കിട്ടൂല. ബൈസെപ്സ് കാണിക്കാമോന്ന് ചോദിക്കുന്ന ഫാനാ, ഒന്ന് കാണിച്ചു കൊടുക്ക്. പറഞ്ഞില്ല ഞാൻ എങ്ങനെ നിങ്ങൾ ജിമ്മിലേക്ക് പോയിട്ട് ആയതാ? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. അച്ഛനോട് രാവിലെ വന്ന് കുത്തിപ്പൊക്കി കൊണ്ടുപോകണല്ലേ? അടിപൊളി. ഞാൻ സ്ഥിരം വരലുണ്ട്. നിനക്കൊരു മസിൽ വന്നാ ഒളിച്ച് റൂട്ടർ നമ്മളെ ആദ്യമായിട്ട് റൂട്ടർ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം, അതിലേക്ക് ആദ്യമായിട്ട് സ്ട്രീം ചെയ്യും. നിങ്ങളെ ഉദ്ഘാടനം നിങ്ങളാ. ബർക്കത്ത് ജിൻഡോയുടെ ബർക്കത്ത് ജിൻഡോ കാക്ക ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞത്. ജിൻഡോ വരും ഫസ്റ്റ് ചോദിക്കുന്നത്, നമ്മളിപ്പോ ഒരു ഗ്യാങ്ങാണ്, നമ്മളെ ഗ്യാങ്ങിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ജിൻഡോ വരുമോ ഇല്ലയോ? പിന്നെ ശരിക്കോ? ഞാൻ ശരിക്കും നമ്മുടെ ഗ്യാങ്ങിലേക്ക് കയറി. അപ്പൊ പിന്നെ എപ്പോഴും കാണും, എപ്പോഴും കാണുമല്ലോ, എപ്പോഴും കാണല്ലോ. ജിൻഡോ നമ്മളെ ഗ്യാങ്ങിൽ കയറിയപ്പോ ഇത് ഇത്ര ഈസി ആവുന്ന സാധനം എടുക്കുക. നമ്മളെ ഗ്യാങ്ങിന്റെ ഇതെന്താ അറിയോ? ഗ്യാങ്ങിന്റെ സൈൻ എന്താ അറിയോ? ഇതുണ്ടോ അച്ഛന് കരുത്തിലുണ്ടോ? ഇത് ഈ സാധനം കണ്ടാ നമ്മളെ ഗ്യാങ്ങിലാന്ന് ഇതാക്കാം. ജിൻഡോകള് ഗിഫ്റ്റാ. പൊട്ടിക്ക് ഞാൻ പൊട്ടിക്കണം. ഓക്കെ ഞാൻ പൊട്ടിക്കാം. ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. ഓക്കെ, ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറിയത്. ഗൂഗിൾ പേ. ജിൻഡോക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ജിം പോകുന്നത്. അങ്ങനെ തൊപ്പി നമ്മുടെ ഗ്യാങ്ങിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്താ സെറ്റപ്പ് അളിയത്? ഇത് എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവില്ലല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാല്ലേ? ഏതാണ് ഇതാണ് ഡോപ്പേസിന്റെ ഒറിജിനലാ. ഡോപ്പേസ് ഓക്കെ നമുക്ക് ആരെങ്കിലും വിളിക്കാം. സീക്രട്ട് ഏജന്റ് സായിനെ വിളിക്കാം. സായിനെ വിളിച്ചാലോ? കണ്ണാപ്പിനെ വിളിക്കാം. ജിൻഡോ വിളിക്കാം. കോൾ ജാസ്മിൻ. എടാ ബായ് വിട്ട്. എടാ മുണ്ടാടുന്ന അറാമ്പറപ്പ് അറിയില്ല. ഈഗിളിനെ വിളിക്കാനോ? ഇല്ല, ആദ്യം നമുക്ക് സായനെ വിളിക്കാം. സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. ഓക്കെ, സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയല്ല എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, അവിടെ രാത്രി കാലങ്ങളിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങളൊക്കെ പുറത്ത് പാട്ടാ. അയ്യോ, അതെന്ത്? ജിൻഡോ കപ്പ് അടിച്ച് ആർക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ആരും പറഞ്ഞു? ഞങ്ങള് ചോദിക്കൂടാ ജിൻഡോയ്ക്ക് വേണ്ടിട്ട്. ഞാൻ ചോദിക്കും, ആരും ചോദിച്ചില്ലേ? അടിയുണ്ടാക്കരുത്. അടിയും പിടിയൊന്നുമല്ല, ചോദിക്കണം. അടിയാ. ഫോൺ എടുക്കുന്നില്ല, കോള് പോകുന്നില്ല. സത്യം പറഞ്ഞ പോവില്ല. അവിടെ നല്ല വെയിറ്റ് ഉണ്ടോ ഈ സാധനം? ഇതും കൊണ്ട് എല്ലായിടത്തും എടുത്ത് ഫഡി മുഹമ്മദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇക്ക ജിം പോകാൻ മോട്ടിവേഷൻ. ചോദിക്കണം. ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ ചോദിക്കുന്നത്. മോട്ടിവേഷൻ വേണം. ഞാൻ ആരും പറയട്ടെ, ഇങ്ങനെയുള്ള രാവിലെ എനിക്ക് കണ്ണാടി നോക്കാം. അപ്പൊ കറക്റ്റായിട്ട് മോട്ടിവേഷൻ കിട്ടും. അപ്പൊ ഒരു കണ്ണാടിയാണ് എനിക്ക് ആദ്യം മേടിക്കേണ്ടത് അല്ലേ? ഞാൻ ഇല്ല എടുക്കുന്നില്ല. വേറെ ആളോ റോക്കിനെ വിളിക്കണം. എന്തോന്നടേ ആവശ്യമുള്ളത് മാത്രം പറയൂ, ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കൂ. ഓക്കെ, മറ്റേ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു സാധനം എന്റെ കൈ കിട്ടിയാണല്ലോ.
വിളിക്കുന്നുണ്ട്. സായ വിളിക്കുന്നു. സായ്. ഹലോ, എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ. ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. എടാ നിനക്ക് ഒരാളെ കാണിച്ചോ? നിനക്ക് ഒരാളെ കാണിച്ചേ? 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ആരായിരിക്കും? റോക്കിനെ വിളി എന്നിട്ട് കപ്പ് കാണിച്ചു കൊടു. റോക്കിനെ വിളിയാ മുന്നേക്ക്. ആരായിരിക്കും? ഗസ് ആരായിരിക്കും? ഞാൻ ലൈവാ. ലൈവില് ഹായ് പറ. ലൈവിനോട് ഹായ് പറ. ഞാൻ ഒരാളെ കാണിച്ചതാ. യോ ഓ പോളി കാണിച്ചേ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ സായി? ആ നിനക്കെന്താ ഇത് ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? പോടാണ് അതെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? ഞാൻ ഏറ്റെടുക്കും. എന്താ എടാ ഇവനെ അവിടെ മിണ്ടാട്. കോമര ഓക്കെ. ചാലഞ്ച് ചെയ്യുന്ന ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ചാലഞ്ച് ചെയ്യുന്ന എന്താ ചാലഞ്ച് എന്താ? എത്ര ദിവസം നിൽക്കുന്ന പറയുന്നേ? ആദ്യം ഈ ഇവിടുന്ന് ഇതൊന്നും ആരെയും അറിയിക്കാതെ അങ്ങോട്ട് പോകണം. വിളിക്കുമ്പോ തന്നെ ലൈവ് ഇട്. എല്ലാരും അന്ന് നോക്കുന്നത് പറയോ ആരെങ്കിലും പറയോ? കണ്ട് ഞാൻ ഈ സീസണാണ് നീ വെറുതെ എല്ലാവരും പറഞ്ഞിട്ടല്ലേ? പോടാ, ഞാൻ ഇന്ന് വിളിക്കൂലേ? അല്ല, മൂന്നാമത്തെ ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല, ഇത് തൊപ്പിയാണ്. ആരെ അവിടെയാ? എടാ അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കൊക്കെ പൊന്ന. സായി ഒരു നാൾ I'll prove you wrong. Okay, I'll prove you wrong, man. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അടുത്തോലെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ? ഇത് തൊലൊക്കെ അടിക്കോടെ ഇതിനെ കൊണ്ട്. ഇവൻ അപമാനിച്ച മനുഷ്യന് ഇല്ല സായി, തളരൂല. എന്ത് ക്ലാസ്? പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും. ശരിടാ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെടാ, ബൈ മച്ചാ, ബൈ ബൈ. മുത്തേ ബൈഡാ, ലവ് യു. ഓക്കെ ബൈ. എന്റെ മോനെ മണ്ടൻ പറഞ്ഞ് കളിയാക്ക ആൾക്കാരാണ് അല്ലേ? ഏത് മോട്ടിവേഷൻ ഇതിലും വലിയൊരു അനിമ അറിയോ? അനിമയിൽ പോയി ഇത്രയും വലിയൊരു മോട്ടിവേഷൻ കിട്ടും അല്ലെ? ഇന്നത്തെ കമ്പേക്ക് വേറെ ഏടി ഞാൻ കണ്ടില്ല. ജാൻമണിനെ കുറിച്ച് എന്താ ചോദിക്കുന്നത്? ജാൻമണി കമ്പനി ഉണ്ട് ഇപ്പൊ, നല്ല അടിപൊളി സുഹൃത്താണ്. അമീനയ്ക്ക് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജിന്തോ എത്ര പുഷപ്പ് എടുക്കും? ഒന്ന് പണിയെടുപ്പിക്കലൊന്നും നടക്കൂല. പുഷപ്പല്ല പിന്നെ സാഹചര്യം അനുസരിച്ചിരിക്കും. അതാ അങ്ങനെ വന്ന് പുഷപ്പ് എടുക്ക. നീ വന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ പുഷപ്പ് എടുക്കാതെ നീ ആരാന്ന്? ഇവൻ വന്ന് പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നതാ. ചാലഞ്ച് കുറെ ആള് ചാലഞ്ച് എല്ലാം ചെയ്യും. ആളും തരുന്ന നോക്കിയിട്ട് നീ ചാലഞ്ച്. ഓക്കെ, അവിടെ ഇനി എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി എന്തായാലും ജിന്നപ്പ നമ്മളെ ഗ്യാങ്ങിൽ കേറിയല്ല. ഗ്യാങ് കേറിയോ? മാലുണ്ട് കേറി. ഓക്കെ, ഇനിയിപ്പോ ജിന്നപ്പ എപ്പ വേണമെങ്കിൽ നമ്മളൊന്നിച്ചുണ്ടാവും. ഓക്കെ, നമുക്ക് വഴിയ കാര്യങ്ങള് കോൾ ഈഗിൾ ഇതെന്താ എല്ലാരും ഈഗിൾ നടന്നിട്ട് ഈഗിൾ ലൈവാ നോക്കിയാ ഒന്ന് പെട്ടെന്ന് നോക്കിയാ
അല്ല അത് ഞാൻ ഇന്നലെ സംസാരിച്ചല്ല. അല്ല അച്ഛൻ പറയാ ഞാൻ ബിഗ് ബോസിൽ പോയാൽ മൊത്തം PR പരിപാടി മൊത്തം പരിപാടി ചെയ്യാന്ന് പറഞ്ഞത്. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു PR അല്ലടാ. ഇവന് വേണ്ടി ചെയ്ത വർക്ക് PR ആണോ? PR അല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചിന്തയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തു. അത് അവന് മനസ്സിലായിട്ടുണ്ട്. നമ്മളെല്ലാം പോയാൽ എന്താ പ്രശ്നം അറിയോ? നമുക്ക് കൊറേ ഹെയ്റ്റ് ഉണ്ട്. ഇതാണ് ഇവന്റെ ഭയം. ശരിക്കും ഈ പൊട്ടന്റെ ഭയം. ഇതിന് ഹെയ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഹെയ്റ്റേഴ്സ് ബിക്കം ലവേഴ്സ് ആക്കേണ്ടത് നിന്റെ കടമയാണ്. എനിക്കിവിടെ മൊത്തം ഹീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ അല്ലേ എനിക്കിവിടെ മൊത്തം ഹീറ്റേഴ്സ് അല്ലായിരുന്നു. നിനക്ക് അറിഞ്ഞുകൂടാ. അല്ല അത് കേറിയതിന് ശേഷമല്ലേ ബിഗ് ബോസ്? അതിന് മുന്നേ ഒരു 2 ആഴ്ച വരെയൊക്കെ ജിന്ദുവിനെ പൊട്ടനെന്നും മണ്ടനെന്നും കഴിഞ്ഞ ശേഷം ഹെയ്റ്റ് വന്നല്ലേ. നമ്മളിവിടെ പുറത്തുനിന്ന് ഹെയ്റ്റുമായിട്ട് ഉള്ളിൽ കയറുന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരു പേടി. അങ്ങനെയൊന്നുമില്ല. നീ പണ്ട് എപ്പോഴോ ഒരു വളി വിട്ടു എന്ന് പറഞ്ഞിട്ട് നീ അതിനെയും പിടിച്ചിട്ട് അതിനകത്തൊരു വളി വിട്ടു. ഒരു വളിബന്ധം കിടപ്പുണ്ട്. വിട്ടവളി തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാലോചിക്കണം. സംഭവം പൊളിച്ചെന്താ അറിയില്ല ലാസ്റ്റ് കോൾ ആര് ഈകളെ വിളിക്കും. എന്തായാലും ലൈവ് അല്ലല്ലോ. അവിടെ ലൈവ് ആണെങ്കിൽ തന്നെ എന്താടാ എന്തായാലും സന്തോഷം. അവിടെ ഞാൻ എങ്ങനെയാ പറഞ്ഞ ലാസ്റ്റ് കോൾ ചെയ്തേ? ഇതിലല്ലേ ഫോണിൽ കൂടി. പ്രകാശമല്ല ശാന്തോട് ലൈവ് ഇല്ലെന്നല്ല പറഞ്ഞത്. ആൾക്കാരോട് ലൈവ് ഇല്ലെന്ന് പറഞ്ഞത്. എന്ത് ലൈവ് എന്നല്ല പറഞ്ഞല്ലേ? നമ്മളെ വേറൊരു യൂട്യൂബർ ഉണ്ട് ഈഗിള പേര്. അവന്റെ പേര് ഇതിപ്പോ കണ്ടാ. ഇതിപ്പോ ലൈവിൽ ആൾക്കാർ പറയുന്നതാ മൊത്തം. അല്ല കൊറേ ആൾ ഈഗിൾ എന്ന് പറയുന്നുണ്ടോ? ഈഗിൾ നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നതാ. എടുക്കുന്നോട്ടെ. ഹലോ എന്നല്ല ഇതൊക്കെ എന്റെ സർപ്രൈസ്. താങ്ക് യു. എടി നോക്കണ കപ്പ് അടുത്തല്ല എല്ലാരും വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന എല്ലാരും എന്നാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എടാ ഞാൻ ഒന്നുമില്ലടാ നമ്മളിങ്ങനെ വെറുതെ ലൈവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും യോഗ്യനാണ്, ഉത്തമനാണ്. എവിടെ എന്നെ കാണിക്കാണ്? ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും ഉത്തമനാണ്, യോഗ്യനാണ്. അവന് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ഓൾറെഡി കിട്ടിയവനാണ്. അവന്റെ കയ്യിലിരിപ്പിച്ച ഗുണപതകാലം കൊണ്ടാണ് അത് കിട്ടാതെ പോയത്. അടുത്ത കൊല്ലം അച്ചായൻ അവനെ ട്രെയിൻ ചെയ്ത് അങ്ങ് അയക്കുന്നതായിരിക്കും. ദുബായിൽ എന്തിനു പോയി? അടുത്ത ആഴ്ച കൊണ്ട് വരുന്നത് ഞാൻ അടുത്ത ആഴ്ച കൊണ്ട്. അടുത്ത ആഴ്ച ദുബായിലേക്കുണ്ട്. വിളിക്കാം. എന്തിനെ കണ്ടത് ഞാൻ അപ്പഴാ വെച്ചിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത്. അത് ശരിയാ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ. എന്റെ മോനെ ആ കാര്യമല്ല. എന്നാലും ജിന്റെ കൂടെ വന്ന് നമ്മളെ ലൈവിൽ ഇരുന്നിട്ട് നമ്മളെ PCന്റെ മുന്നിൽ നമ്മളെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കാറുണ്ട്. അല്ലാണ്ട് അച്ചായൻ സന്തോഷം കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കണം. അല്ലാണ്ട് അച്ചായൻ ഓവറൊന്നുമല്ല. അച്ചായൻ ജിൻഡോയും തൊപ്പിയും രണ്ട് എന്താ പറയാ ഇഷ്ടപ്പെട്ട രണ്ട് ആൾക്കാരൊക്കെ. തൊപ്പിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട്. തൊപ്പി എനിക്ക് നിന്നെ പോലെയാണ് അവൻ ജിൻഡോ എന്ന്. ഓരോ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഈ 100 ദിവസം എല്ലാ ദിവസവും ബന്ധമെന്ന് പറഞ്ഞാണ്ടല്ലോ ബിഗ് ബോസിൽ പോയി വിജയിച്ച ജിൻഡോ എന്നല്ല, സാധാരണക്കാരനായിട്ടുണ്ടായിരുന്ന എന്റെ ജിൻഡോ.
അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഉള്ളത്. നമ്മളൊരു 2-3 കുപ്പി ബിയർ അടിച്ച് കിട്ടുന്ന സന്തോഷം, അല്ലെ ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ച് കിട്ടുന്ന സന്തോഷം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. കുറച്ച് ആൾക്കാരുടെ വോയിസ് ഇട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ പോകണം നോക്കിക്കോളാം, അതിലൊരാളാ ആ പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് തന്ന വോയിസിൽ എന്റെ പേര് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നറിയോ പെട്ടെന്ന് അങ്ങനെ ജിൻഡോ പറഞ്ഞിട്ട് പോയത് ഞാൻ ഹൃദയത്തിൽ നിന്ന് നിന്റെ കയ്യിലോട്ട് തന്നു. നീ അത് നല്ല രീതിക്ക് എല്ലാരോടും പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കള് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. കാരണം നമ്മള് പറഞ്ഞ് വോട്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മള് മാത്രല്ല, മൈക്ക് സോറി മൈക്ക് ഇത്ര മീന്റെ മുന്നിലായിരുന്നു. സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ, നമുക്ക് ഡിസ്കൗണ്ടിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങൾ ജിന്ന് വരുന്നതിന് ഇതായിട്ട് കുറച്ച് ആൾക്കാർ മോഡറേറ്റേഴ്സ് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, നമുക്ക് കണ്ടോക്കാം. ഓക്കെ, ഏതാണോ മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ, ജിൻഡോന്റെ മോട്ടിവേഷൻ ക്ലിപ്പ് ഉണ്ടെന്ന്. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. അത് ആർക്കായിരിക്കാം സാധ്യത? ആണോ? 14 കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത്. റൂട്ടോന്റെ അങ്ങനത്തെ ആനിമൽ മോട്ടിവേഷൻ കാര്യം പറഞ്ഞ കൊറേ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ലൈഫിൽ. ഇങ്ങനെ കളിയാക്കൽ ഇതെല്ലാം നേരുന്ന കൊറേ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മള് താത്തി കാണുമ്പോഴുള്ള ഗുണം അറിയോ? അവന് കഴിവുള്ളവന് കൂടുതൽ കയറി വരും. നമുക്ക് കഴിവുള്ളവനെ നമ്മൾ കളിയാക്കാം, അവന്റെ കഴിവ് പുറത്തായിരിക്കും. ആകാശ് ഡൊണേറ്റഡ് 100 രൂപ ത്രൂ. ജാസ്മിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ജിൻപു എന്താണ് അഭിപ്രായം? ജാസ്മിൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച്, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ആക്രമണം, തെളിവുകൾ ഇതെല്ലാം കേൾക്കുമല്ലേ പബ്ലിക്. ജാസ്മിനെ കുറിച്ച് ജാസ്മിന് നല്ലതല്ലേ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്മ കിട്ടും. കർമാസ് എന്ന് പറയും. അതുകൊണ്ട് എല്ലാരും നല്ലത് ചെയ്യുക, നല്ലത് തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ കാര്യമുള്ള പോലെ അറിയില്ല. ജാസ്മിന് അത് ഇഷ്ടമായിരുന്നു, സത്യം പറഞ്ഞു. ജാസ്മിന്റെ ക്യാരക്ടറും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. പുറത്ത് വേറെ റിലേഷൻ ഉണ്ടായിട്ട് ഉള്ളിൽ അങ്ങനെ കുറച്ച് ന്യൂസ് വന്നു. അത് കേട്ടപ്പോഴാണ്, അത് സത്യം പറഞ്ഞപ്പോഴാണ് എന്റെ മൈൻഡ് ഇതായത്. അല്ലെങ്കിൽ നോക്കിയാൽ ജാസ്മിന് നല്ലൊരു ഗെയിമർ അല്ലേ? അത് സിംഗിൾ ആയിട്ട് കളിച്ചെങ്കിൽ നല്ലൊരു ഗെയിമറാ. സിംഗിൾ ആയിട്ട് കളിച്ചെങ്കിൽ നല്ല ഗെയിമറാ. എന്റെ അഭിപ്രായമാണ്. നല്ല ഗെയിമറാ. അത് ഇപ്പോഴത്തെ സൈബർ അറ്റാക്ക് നോക്കണ്ട, കാരണം അതിപ്പോ എല്ലാവർക്കും പല ഇതിൽ കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി പൊക്കോളും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആർക്കും ബൈറ്റ് കൊടുത്തിട്ടില്ല. ഇത് മീഡിയാസ് കണ്ട എക്സ്ക്ലൂസീവ് സാധനം നമുക്കാണ്. ജിൻഡപ്പന്റെ വോട്ടറിന്റെ മുന്നില് മീഡിയക്കാര് മൊത്തം ഉണ്ട്. അവിടെ ഒരാളെ പോലും അവര് എന്റർടൈൻ ചെയ്യാണ്ട് ലൈവ് വരുന്നത്, എക്സ്ക്ലൂസീവ് ലൈവ്. അതാണ് ബന്ധം. മുത്താണ് അതിനൊരു ഡമ്മിയുടെ കാര്യം പറയാം.
ഞാൻ പൈസ എന്നിട്ടാ ബൈറ്റ് കൊടുക്കുന്നത്. നീ 10 ലക്ഷം ഞാൻ ബൈറ്റ് തന്നെ. അത് കാര്യം ഈ മീഡിയാസ് ഇങ്ങനെ ഇത് ബൈറ്റ് കൊടുക്കാത്തതിന് വരക്കാണ്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങ്. നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് ബൈറ്റ് വാങ്ങുക. അല്ലാണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ വന്നിട്ട് ക്യാമറയും നോക്കി മറ്റേ കേത്തിൽ മൈക്കും നോക്കി കുരച്ചുകൊണ്ട് പട്ടി കൊടുക്കുന്നവർ വരച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഓസിൽ ഇത് ഇങ്ങനെ ഊമ്പൽ എന്ന് പറഞ്ഞാൽ നടക്കൂല അല്ല. നിങ്ങൾക്ക് ബൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങുക. അല്ലെങ്കിൽ ബൈറ്റ് കിട്ടാത്തതിന് വന്നിട്ട് വീഡിയോ നെഗറ്റീവ് ക്യാപ്ഷനോട് അതെന്ത് വൃത്തിയിട്ട പരിപാടിയാണത്. മര്യാദ മതി. പൈസ ഇല്ലെങ്കിൽ മര്യാദക്ക് സംസാരിക്കും നിങ്ങൾ. അതെന്തോ ഒരുത്തൻ 100 ദിവസം ഒരു തടവറയിൽ കഴിയുന്ന പോലെ പോയി കണ്ട ആൾക്കാരുടെ ആട്ടും തുപ്പും മേടിച്ച് അവന്റെ കഴിവുകളൊക്കെ നാട്ടുകാരെ കൊണ്ട് കാണിച്ച് കൈയടിപ്പിച്ച് ജയിച്ച് വന്നപ്പോ ഇവരെല്ലാരും കൂടെ നിന്നിട്ട് കുറ്റം പറയുന്നു. ഏഷ്യനെറ്റിൽ നിന്ന് കുറെ ഇതുണ്ട്. അവര് ഒരുപാട് നമുക്ക് നിർദ്ദേശം കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമുക്ക് എഗ്രിമെന്റുകളുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ചുമ്മാ ഇതിൽ സംസാരിക്കാൻ പല കാര്യങ്ങളൊക്കെ ഒരുപാട് എഗ്രിമെന്റ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. സംശയമുണ്ട്. ഞാൻ ഇല്ലല്ലോ. ഒരു കാരണവശാലും ഇല്ല. ഒരു കാരണവശാലും ഇല്ല. അതിനെ കുറിച്ച് ചിന്തിക്കലും വേണ്ട. എന്നോട് ഇവിടുന്ന് പോയപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നു ആൾക്കാര്. നിങ്ങൾ ഡയറക്ടർ ഒന്ന് ഡേറ്റ് ഒക്കെ ചെയ്യും കാര്യങ്ങൾ ആക്ഷൻ വർക്ക് ചെയ്യുക പറയുന്നത്. ഞാൻ ചിലവരങ്ങനെ പറഞ്ഞു. ബിക്കോസ് പോയവരൊക്കെ പറഞ്ഞത് ഈ മോനെ പണിയാണ്, നീ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. 100 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. പിന്നെ ജിൻഡോപ്പ ഇവനൊരു സംശയമുണ്ട്. അവിടെ ബിഗ് ബോസിൽ പൊക്കി കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? സത്യമായിട്ട് അവരെന്നോട് ഇന്നലെ പറഞ്ഞു. അവിടെ സിഗരറ്റ് വലിയ വൃത്തമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് ചെയ്യാൻ പറഞ്ഞു കേട്ടിങ്ങനെ. നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ പറ്റുമോ അവിടെ? ഇല്ല, സിനിമ ആണെങ്കിൽ ഞങ്ങളൊരു സിനിമ കാണിച്ചു തന്നു. ഒരു സിനിമ കാണിച്ചു തന്നു. നീയല്ല, ഞാനാ പറഞ്ഞത്. ജിൻഡോപ്പിനോട് സംസാരിക്കുന്ന ജിൻഡോപ്പിന് ഇടയ്ക്ക് ഇങ്ങനെ മൈക്കൊക്കെ പിടിക്കുന്നുണ്ട്. കയ്യില് മൈക്കില്ല. ണ്ട് കൂട്ടത്തില്. അതിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ട ടയർഡ് അറിയില്ല. ഞാനോട് മാച്ചാണല്ലേ. എന്നോട് ചോദിച്ചാൽ സമ്മതിച്ചാണ്. നീലക്കുയിലും മഞ്ഞത്താവളയിലൊക്കെ ഇന്ന് പ്രാകുന്നുണ്ടാവും. അങ്ങനെ അതെ ലൈവ് ഈ മഞ്ഞക്കുയിലും ചോദിച്ചു ബിഗ് ബോസിൽ ഇറങ്ങി ജനങ്ങളെ ജയിപ്പിച്ചത് സ്റ്റേറ്റ്മെന്റ് തരാൻ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് തരാൻ ഞാൻ വിശ്രമിച്ചോട്ടെ, വീക്കാണ് വിശ്രമിച്ചത് കോട്ടയം എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ അത്രേ പറഞ്ഞുള്ളൂ. ക്യാപ്ഷൻ ചിന്തോ 2 കൊടുത്ത് മാറി.